ബാങ്ക്വറ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതവും വന്ദനവും അറിയിക്കുന്നു. നമുക്കൊന്ന് ചെന്ന് കൃപാവരങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഈ ആഴ്ചയിലെ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ്. കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ചില ഭാഗങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-1 അപ്പോസ്തലൻ ഇപ്രകാരം ഓർപ്പിക്കുകയാണ്: സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ആത്മീക വരങ്ങളെക്കുറിച്ച് നാം അറിവുള്ളവരല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നതും അതുപോലെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദൈവഭൃത്യന്മാർ, ദൈവദാസന്മാർ, പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ, അവരൊക്കെ പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കപ്പെട്ടതും അവരുടെ മേൽ വെളിപ്പെട്ട കൃപാവരങ്ങളും അത് എത്രത്തോളം ഒരു പുതിയ നിയമ വിശ്വാസിയിൽ ഉണ്ടായിരിക്കണമെന്നുള്ളതൊക്കെ, ഇതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ വളരെ ഇഗ്നറൻ്റാണ്. എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു പരിധിവരെ നാം അറിയുവാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ നാം ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ നാം പലപ്പോഴും ഇക്കാര്യങ്ങളിൽ തൃപ്തരാണ്. ദൈവത്തിനൊരിക്കലും തൃപ്തിയുള്ളൊരുവനെ അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. ദൈവത്തിനൊരിക്കലും വിശപ്പില്ലാത്ത ഒരുവന് അപ്പം കൊടുക്കുവാനും കഴിയത്തില്ല. കർത്താവ് പറയുന്നു, ദാഹിച്ചിരിക്കുന്ന ഇടത്ത് ഞാൻ നീരുറവുകളെ പകരും. അവൻ വിശക്കുന്നവരെ നന്മകൾ കൊണ്ട് നിറച്ചു, സമ്പന്നന്മാരെ വ്യർത്ഥമായി അയച്ചു. തിരുവചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ സഭകളെ കാലഘട്ടങ്ങളായി തിരിക്കുമ്പോൾ അവസാന കാലഘട്ടം ലവോദിക്കിയ എന്ന് പറയുന്നൊരു കാലഘട്ടമാണ്. ഹ്യൂമൻ ജസ്റ്റിസ് അഥവാ മാനുഷിക ന്യായത്തിൻ്റെ കാലയളവ് ഈ കാലയളവാണ്. ആ കാലയളവിലെ സഭയുടെ പ്രശ്നം, ആ സഭ തൃപ്തനാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, തൻ്റെ ഇല്ലാഴികകളെ, ന്യൂനതകളെ, കുറവുകളെ ഒന്നും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് ഈ സഭയെ വളരെ കാർക്കശ്യമായി ശാസിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കൊരിന്ത്യലേഖനം 12-ാം അധ്യായം നമ്മുടെ ആത്മീക വരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകുവാൻ പ്രബോധിപ്പിക്കുക. ആഗ്രഹമല്ല, ആഗ്രഹത്തേക്കാൾ തീവ്രതയേറിയതാണ് വാഞ്ച. ക്രിസ്തയേശുവിലുള്ള നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും ദൈവം സാധിപ്പിക്കും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. നാം ആഗ്രഹിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി നമ്മിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരാമെന്നും കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. ചോദിക്കുന്ന എല്ലാവർക്കും നൽകുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നുണ്ട്. എന്നാൽ ആത്മീക വരങ്ങളെക്കുറിച്ചുള്ള ബന്ധത്തിൽ നാം എന്താണ് ചിന്തിക്കുന്നത്? ദൈവത്തിൻ്റെ തിരുവചനം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്: ദൈവം അളവ് കൂടാതെ നൽകുന്നതാണ് പരിശുദ്ധാത്മാവിന്. എന്ന് പറഞ്ഞാൽ, നാം ചിന്തിക്കുന്ന അളവുകളേക്കാൾ അപ്പുറത്ത് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപനം വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇനി ഒരുവന്റെ മേൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ തെളിവായി ആദിമസഭകളിൽ കണക്കാക്കപ്പെട്ടിരുന്നത് കൃപാവരങ്ങളാണ്. അത് കേവലം അന്യഭാഷ മാത്രമല്ല. നാം പലപ്പോഴും അന്യഭാഷയ്ക്ക് മാത്രം പ്രാധാന്യം നൽകിയതുകൊണ്ടും അന്യഭാഷ എന്ന കൃപാവരം പ്രാപിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ ആത്മാവ് നമ്മുടെ മേൽ വന്നിട്ടില്ല എന്ന് വൃഥാവായി ചിന്തിച്ചതുകൊണ്ടും നാം അതിനുവേണ്ടി വാഞ്ചിച്ചു. അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മകളിൽ ഏതാണ്ട് 90% ആൾക്കാർക്കും അന്യഭാഷാവരമുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ മറ്റു ചില കൃപാവരങ്ങളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഓർപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 1 കൊരിന്ത്യർ 12-ാം അധ്യായം 8 മുതൽ 10 വരെയും, അതുപോലെ ഈ റോമാലേഖനത്തിൽ 12-ാം അധ്യായം 6 മുതൽ 9 വരെയൊക്കെ പറഞ്ഞിരിക്കുന്ന കുറേയേറെ കൃപാവരങ്ങളുണ്ട്. കൊരിന്ത്യലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 8 മുതൽ 10 വരെ
9 കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയും വിവിധ കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ കൃപാവരങ്ങൾ എല്ലാം തന്നെ തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുമ്പോഴും ദൈവമക്കളിൽ പലരും ഇത് ഉപയോഗിക്കാറില്ല. നിങ്ങൾ കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1:7 ആ ദൈവസഭയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അഭിമാനത്തോടെ പറയുകയാണ്, നിങ്ങൾ യാതൊരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഒരു സ്ഥലം സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആ സ്ഥലം സഭയിലുള്ള എല്ലാവരും കൃപാവരപ്രാപ്തരായിരിക്കണമെന്നാണ്. നമ്മുടെ മാനുഷിക ചിന്താഗതി അനുസരിച്ച് ഏതെങ്കിലും പ്രത്യേകമായി അമിത കൃപ വെളിപ്പെട്ട ഒരുവൻ അത് കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെയാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ തിരുവചനം അങ്ങനെ അല്ല പറയുന്നത്. തിരുവചനം പറയുന്നത് നാം എല്ലാവരും കൃപാവരങ്ങളെ ഉപയോഗിക്കണം. പ്രൈസ് ഗോഡ്. കാരണം നമ്മൾ കൊരിന്ത്യർ ലേഖനം 12:12 പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, കൃപാവരങ്ങൾ ഉപയോഗിക്കുന്ന ഒരുവനെയാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തന്നെ പരിഗണിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. പരിശുദ്ധാത്മനിറവ് പ്രാപിച്ച ഒരുവൻ കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് അവൻ ക്രിസ്തുവിൻ്റെ അവയവമായി അവനെ പരിഗണിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനി എന്താണ് കൃപാവരങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുന്നത്? ഇപ്പോൾ ആരംഭവാക്യം നമ്മൾ വായിച്ചു. 12:1 ഇപ്രകാരം പറയുന്നു, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നിങ്ങൾ ആത്മീക കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ഇത് ആഗ്രഹിക്കാനുള്ള കാരണം അദ്ദേഹം ഈ കൃപാവരങ്ങളെല്ലാം ഉപയോഗിച്ച ഒരാളാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ കൃപാവരം ഉപയോഗിച്ചതുപോലെ നിങ്ങളെല്ലാവരും കൃപാവരം ഉപയോഗിക്കണം. ആമേൻ. ഒരു കൂട്ടായ്മ, ഒരു സ്ഥലം സഭ, അവിടെ ഉള്ളവരെല്ലാം കൃപാവരങ്ങൾ ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. നമ്മുടെ സഭായോഗങ്ങളെക്കുറിച്ച് പോലും കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരു അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ നിങ്ങൾ സകലരുടെയും കൃപാവരങ്ങൾ കൊണ്ട് നിങ്ങളൊരാൾ അവൻ്റെ ഹൃദയരഹസ്യങ്ങളെക്കുറിച്ച് പറയുന്നു, നിങ്ങളൊരാൾ അവനോട് പ്രവചിക്കുന്നു, അവൻ്റെ സകല രഹസ്യങ്ങളും വെളിപ്പെട്ട് വരുന്നു. അങ്ങനെ നിങ്ങളുടെ നടുവിൽ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് അവൻ കവിണ്ണു വീഴുന്നു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, അവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. ഇക്കാര്യമൊക്കെ നടക്കണമെങ്കിൽ പ്രസംഗം ഉണ്ടായിരിക്കണമെന്നല്ല, കൃപാവരം ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇടക്കാലങ്ങളിൽ നമ്മിൽ നിന്ന് ചോർന്നു പോയ ഒന്നാണ് ഈ കൃപാവരങ്ങളെക്കുറിച്ചുള്ള വാഞ്ചയും കൃപാവര ശുശ്രൂഷകളും. ഇന്ന് ആത്മീക കൃപാവരങ്ങളെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക് വിസ്പറേഷൻ മാത്രമാണ് നമുക്കുള്ളത്, ഒരു വിമർശനാത്മക മനോഭാവം. ആ ഒരു ഘട്ടത്തിലേക്ക് ദൈവസഭ എത്തിയിരിക്കുക. എന്നാൽ ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് അല്പം കൂടി കൂലങ്കഷമായി പഠിക്കാം. വളരെ ശ്രദ്ധയോടെ ദൈവവരങ്ങളായിരിക്കണം. പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ആത്മീക വരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. നമ്മൾ ഇതിനെക്കുറിച്ച് അറിയണം. എന്തിനാ അറിയണമെന്ന് പറയുന്നത്? അറിഞ്ഞെങ്കിലേ നമുക്കത് പ്രാപിക്കാൻ കഴിയും, അറിഞ്ഞെങ്കിലേ നമുക്കതിനെ വാഞ്ചിക്കാൻ കഴിയും. ആമേൻ. കൃപാവരങ്ങൾ എത്രയുണ്ടെന്ന് അറിയണമെന്നല്ല, എത്ര എണ്ണം ഉണ്ട് അതിനെക്കുറിച്ചല്ല. ഈ കൃപാവരത്തിൻ്റെ പ്രയോജനം എന്താണ്? ഈ കൃപാവരം, ഏതെങ്കിലും ഒരു കൃപാവരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ പ്രയോജനം എന്താണ്? അത് നിമിത്തം ദൈവരാജ്യത്തിന് വരുന്ന മഹത്വം എന്താണ്? അത് എന്നെപ്പോലെ ഒരുത്തന് പ്രാപിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ 9 കൃപാവരങ്ങളെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആമേൻ. അവിടെ 9 ജ്ഞാനത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ദ വേർഡ് ഓഫ് വിസ്ഡം. പരിജ്ഞാനത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ദി വേർഡ് ഓഫ് നോളജ്. വിശ്വാസം എന്ന് പറയുന്ന ഒരു വരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഫെയ്ത്ത്, പിസ്റ്റിസ്. ഇനിയും രോഗശാന്തികളുടെ വരം, രോഗശാന്തിയുടെ വരമല്ല, രോഗശാന്തികൾ, വിവിധ രോഗശാന്തികളുടെ വരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ, ചിലർക്ക് ചില പ്രത്യേക രോഗങ്ങൾ സൗഖ്യമാക്കുവാനുള്ള കൃപ തന്നെ ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് മറ്റു ചിലരുടെ മേൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. വിവിധ രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ പലർക്കും ദൈവം കൃപ കൊടുക്കുക. ഇനി അടുത്തത് വീര്യപ്രവൃത്തികളാണ് എന്ന് പറഞ്ഞാൽ, മാനുഷിക ബുദ്ധിക്കോ
അല്ലെങ്കിൽ മാനുഷിക പ്രകൃതിക്കോ ചെയ്യുവാൻ കഴിയാത്തതുപോലെ വീര്യപ്രവൃത്തികൾ, അത് ഒരുപക്ഷെ നിശ്ചേതനമായ ചലനമില്ലാത്തൊരു വസ്തുവിൻ്റെ മേലാകാം, കാറ്റിൻ്റെ മേലാകാം, മേഘങ്ങളുടെ മേലാകാം, പ്രകൃതിയുടെ മേലാകാം. ഇതൊക്കെ വീര്യപ്രവൃത്തികളോടുള്ള ബന്ധത്തിലാണ്. മറ്റൊന്നാണ് പ്രവചനം. പ്രവചനം മാത്രമല്ല, ആത്മാക്കളുടെ വിവേചനം, വിവിധ ഭാഷകളുടെ വ്യാഖ്യാനങ്ങൾ, ഇതെല്ലാം കൃപാവരമായി നൽകപ്പെട്ടിരിക്കുക. റോമാലേഖനത്തിൽ ഇതിൽ ചില കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിലും അവിടെ മറ്റ് സഭയുടെ ക്രമീകരണങ്ങളെ സംബന്ധിച്ചുള്ള ചില കൃപാവരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ തികച്ചും ആത്മീകമെങ്കിലും ആത്മീക കൃപാവരങ്ങളായിട്ട് അവിടെ എണ്ണപ്പെടുന്നത് പ്രായോഗിക ജീവിതത്തെക്കുറിച്ചുള്ള വിവക്ഷയിലാണ് അവിടെ കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നത്. റോമാലേഖനത്തിൽ അത് ഓർപ്പിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അവിടെ ഇങ്ങനെയാണ് റോമാലേഖനത്തിൽ പറയുന്നത്. ആമേൻ. കൃപാവര ശുശ്രൂഷകൾ നൽകപ്പെട്ടിരിക്കുന്നത് ചിലർക്ക് പ്രവചനം, അത് ചിലർക്ക് ശുശ്രൂഷ, ചിലർക്ക് ഉപദേശം, ചിലർക്ക് പ്രബോധനം, ചിലർക്ക് ദാനം, വീണ്ടും ഭരണം, കരുണ, സ്നേഹം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ശുശ്രൂഷകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഇതൊക്കെ ഓരോരുത്തർക്ക് ദൈവം വിശ്വാസത്തിന് അളവിനൊത്തവണ്ണം നൽകിയിരിക്കുക. അവിടെങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലനോട് ഓർപ്പിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഓരോ കൃപാവരം ഓരോരുത്തർക്ക് ദൈവം പകുത്തു കൊടുക്കുമ്പോഴും അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള വിശ്വാസം കൂടെ ദൈവം കൊടുക്കുന്നുണ്ട്. കാരണം വിശ്വാസത്താൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ഏത്? ഈ കൃപാവരം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇനിയും പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ഒരു വാക്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. 1 കൊരിന്ത്യർ 12:7 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ആത്മാവിൻ്റെ പ്രകാശനം. പ്രൈസ് ഗോഡ്. ഇവിടെ കൃപാവരം എന്നുള്ള പദത്തിന് പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു വിവക്ഷയാണ് ആത്മാവിൻ്റെ പ്രകാശനം എന്ന് പറഞ്ഞാൽ, നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് പ്രകാശിക്കപ്പെടുന്നത്, മറ്റുള്ളവർ കാണുക, വെളിപ്പെടുന്നത് കൃപാവരത്താലാണ്. പ്രൈസ് ഗോഡ്. ഇതുകൊണ്ടാണ് ഈ ആത്മാവിൻ്റെ പ്രകാശനം എന്നുള്ള പദം ഇവിടെ ഓർപ്പിക്കുന്നത്. ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. എന്തിനാണ് കൃപാവരം? പൊതുപ്രയോജനത്തിന് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രയോജനത്തിന്, എല്ലാവർക്കും പ്രയോജനപ്പെടേണ്ടതിന്. അപ്പോൾ നിങ്ങൾ അഥവാ നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നാം കൃപാവരമുള്ളവരായിരിക്കണം. ഇതിൽ വളരെ ഹാസ്യാത്മകമായിട്ട് തോന്നുന്നൊരു കാര്യമുണ്ട്. നാം ചിന്തിക്കേണ്ടതാണത്. അതെന്താണെന്നറിയാമോ? കൊരിന്ത്യ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9 കൃപാവരങ്ങളിൽ ഒരു കൃപാവരം മാത്രമാണ് സ്വന്തം പ്രയോജനത്തിനുള്ളത്, തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നത്. അതാണ് അന്യഭാഷ. ബാക്കിയുള്ള 8 കൃപാവരങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ കൂട്ടായ്മകളിൽ ഏതാണ്ട് 99% ആൾക്കാർക്കും ഈ ഒരു കൃപാവരമേ ഉള്ളൂ. ഏത്? തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്ന കൃപാവരം. അതാണ് അന്യഭാഷ. എന്നാൽ കൃപാവരം നൽകപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് താൻ. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി പകരപ്പെടുന്ന മറ്റ് 8 കൃപാവരങ്ങൾ നമ്മിൽ പലരുടെയും കരുത്തിലില്ല. നാം അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറ് പോലും ഇല്ല. അത്രത്തോളം ദരിദ്രമാണ് നമ്മുടെ സഭകളുടെ അവസ്ഥ. ആമേൻ. ഇതിൽ നിന്ന് നാം വ്യത്യസ്തരാകാൻ ദൈവം ആഗ്രഹിക്കുക. ഇവിടെ അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങൾ ആത്മീക വരങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവർ ആകരുത്. ബൈബിളിൽ അറിവില്ലാത്തവരാകരുതെന്ന് നമ്മോട് പറഞ്ഞ് നമ്മെ പ്രബോധിപ്പിക്കുന്ന അനേക വാക്യങ്ങളുണ്ട്. അത് പത്രോസും പൗലോസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 10:1 പറയുന്നുണ്ടല്ലോ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ മേഘത്തിലും, അത് അവർ മരുഭൂമിയിലായിരുന്നു, അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് കൂടെ ചേർന്നു. അവർ ഒരേ ആത്മീക ആഹാരം കഴിച്ചു, ഒരേ ആത്മീക പാറയിൽ നിന്ന് അവർ കുടിച്ചു. അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു. എന്നാൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. പിതാക്കന്മാർക്ക് അവിശ്വാസം നിമിത്തം സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നുണ്ട്. ആമേൻ. ഇനിയും
കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അതിൻ്റെ 1:8 പൗലോസ് പറയുന്നു, ഏഷ്യ മൈനറിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത്. കാരണം ആ കഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞെങ്കിലേ ആ കഷ്ടത്തിൽ നിന്ന് ഞങ്ങൾ ഏത് വിധത്തിൽ വിടുവിക്കപ്പെട്ടുവെന്നും ദൈവം കഷ്ടങ്ങളിൽ കൂടെ ഇരുന്ന് ഒരു ദൈവഭൃത്തിനെ വിടുവിക്കുന്ന വിധം ഓർത്ത് നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയൂ. ആമേൻ. അതുകൊണ്ട് നിങ്ങളത് അറിയാതിരിക്കരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. വീണ്ടും തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4:13 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ നിദ്ര കൊണ്ടവരെക്കുറിച്ച് അഥവാ മരിച്ചുപോയവരെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. നിങ്ങൾ അങ്ങനെ ആയാൽ നിങ്ങൾ ജാതികളെപ്പോലെ പ്രത്യാശയില്ലാതെ മരിച്ചവരെ ഓർത്ത് വിലപിക്കും. പ്രൈസ് ഗോഡ്. അപ്പം നിങ്ങളത് അറിയാതിരിക്കരുത്. വീണ്ടും പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും നിങ്ങൾ അറിയാതിരിക്കരുത്. അപ്പോൾ ബൈബിളിൽ ഇങ്ങനെ നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞ് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൊരിന്ത്യർ 12:1 നമ്മൾ ചിന്തിച്ചത്, നിങ്ങൾ കൃപാവരങ്ങളെക്കുറിച്ച് അറിയാതിരിക്കരുത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു കൃപാവരങ്ങൾ, കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള 9 കൃപാവരങ്ങൾ. അപ്പം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തു എന്തൊക്കെയാണെന്നുള്ളത്. പ്രൈസ് ഗോഡ്. ഇനിയും എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് ദൈവം കൃപാവരം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കൃപാവരം നൽകുന്നതിലൂടെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ എന്താണ് ദൈവത്തിൻ്റെ ആഗ്രഹം? ഇനിയും എത്രത്തോളം കൃപാവരം വിശ്വാസിക്ക് പ്രാപിക്കാൻ കഴിയും? ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഏതെല്ലാം കൃപാവരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും? ഇതെല്ലാം നാം ചിന്തിക്കുകയും അതിനായി വാഞ്ചിക്കുകയും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനായി നമുക്ക് വാഞ്ചിക്കണമെങ്കിൽ, നാം അത് ഉപയോഗിക്കണമെങ്കിൽ, ഒന്നാമത് നാം അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ 12-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, വ്യത്യസ്ത കൃപാവരമുണ്ട്, എങ്കിലും ആത്മാവൊന്നത്രേ. ഒരേ പരിശുദ്ധാത്മാവിനാൽ വ്യത്യസ്ത കൃപാവരങ്ങൾ ദൈവം നമുക്ക് നൽകുകയാണ്. എങ്ങനെ? അതിനെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, ഒരേ ജീവനാൽ ഒരു ശരീരത്തിൽ വിവിധ അവയവങ്ങൾ വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്യുന്നത് പോലെ. കണ്ണ് ചെയ്യുന്ന ശുശ്രൂഷയല്ല നാവ് ചെയ്യുന്നത്, നാവ് ചെയ്യുന്ന ശുശ്രൂഷയല്ല കാതുകൾ ചെയ്യുന്നത്, ഇനി കാതുകൾ ചെയ്യുന്ന ശുശ്രൂഷയല്ല കണ്ണോ കാലോ ചെയ്യുന്നത്. ഇതുപോലെ ഒരേ ജീവനാൽ ഒരേ ശരീരത്തിൽ വിവിധ ശുശ്രൂഷകൾ അവയവങ്ങൾ ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്ന ഒരു ദൈവസഭയിൽ ഒരേ ആത്മാവിനാൽ വിവിധ ശുശ്രൂഷകൾ നാം ചെയ്യും. ഇതാണ് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കപ്പെടുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു, കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്, എങ്കിലും ആത്മാവൊന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, പക്ഷെ കർത്താവ് ഒരുവൻ. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മിലൂടെ ശുശ്രൂഷ നിവർത്തിക്കുന്നത് കർത്താവാണ്. നമ്മൾ കൃപാവരം തന്നത് അല്ലെങ്കിൽ കൃപാവരം വെളിപ്പെട്ടത് പരിശുദ്ധാത്മാവിലാണ്. എന്നാൽ ആ ശുശ്രൂഷകൾ ചെയ്യുന്നത് കർത്താവാണ്. ആമേൻ. ഞാൻ പ്രവചിക്കുമ്പോൾ, അന്യഭാഷ പറയുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ, വീര്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രവർത്തിക്കുന്നത് കർത്താവാണ്. ആമേൻ. അടുത്തത്, വീര്യപ്രവൃത്തികൾ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. പ്രൈസ് ഗോഡ്. ഇനിയും പരിശുദ്ധാത്മാവ് നമുക്ക് കൃപാവരം നമ്മിൽ നൽകി കർത്താവ് നമ്മിലൂടെ ശുശ്രൂഷിക്കുമ്പോഴും എല്ലാത്തിനും എല്ലാമായി വെളിപ്പെടുന്നത് പിതാവായ ദൈവമാണ്. അപ്പം ഇവിടെ നമുക്ക് ആത്മാവിനെ കാണാൻ കഴിയും, കർത്താവിനെ കാണാൻ കഴിയും, പിതാവിനെ കാണാൻ കഴിയും. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു ദൈവസഭയോ ഒരു വ്യക്തിയോ കൃപാവരപൂർണനാകുമ്പോൾ കർത്താവ്, ആത്മാവ്, പിതാവ്, ഇത് മൂന്നും ഒന്നിച്ച് വെളിപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ കൃപാവരത്തിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ എന്തിന് കൃപാവരം നൽകപ്പെടുന്നു? അതിൻ്റെ ഒരു കാര്യം നമ്മൾ അല്പം മുമ്പ് ചിന്തിക്കാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാം വാക്യത്തിൽ ഓരോരുത്തൻ ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു എന്ന് ഓർപ്പിച്ചത്. എന്താ ഈ പ്രകാശനം? നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ നിങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയാണ്.
അപ്പം നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ്, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ആമേൻ, അത് മറ്റുള്ളവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിൻ്റെ പേരാണ്, പ്രകാശിക്കപ്പെടുന്നതിൻ്റെ പേരാണ് കൃപാവരങ്ങൾ. അത് വളരെ അത്യാവശ്യമാണ്. ഒരു വിളക്കാണെങ്കിൽ അത് പ്രകാശിക്കണം. ഒരു വിളക്ക് പ്രകാശിക്കുന്നത് പോലെയാണ് ഒരു ദൈവ പൈതൽ കൃപാവര പ്രാപ്തനാകുന്നത്. ആമേൻ. പകൽ സമയം നാം വിളക്ക് കത്തിച്ച് വെക്കാറില്ല. അതിലൊരു കുഴപ്പവുമില്ല, കാരണം പകൽ വെളിച്ചമുണ്ട്. രാത്രിയിൽ നാം ആ വിളക്ക് കത്തിക്കും എന്ന് പറയുന്നത് പോലെ ആവശ്യ സമയങ്ങളിൽ തീർച്ചയായും നാം തെളിയിക്കപ്പെട്ടവരായി നമ്മുടെ വെളിച്ചം മറ്റുള്ളവർ കാണണം. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു വിശ്വാസി കൃപാവര പ്രാപ്തൻ ആയിരിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇവിടെ റോമാലേഖനം 12 അതിൻ്റെ 6 മുതൽ 9 വരെ നാം കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം നൽകപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഈ 99% ആൾക്കാർക്കും ഉള്ളത് അന്യഭാഷയാണ്, അല്ലേ? അപ്പം എന്താണ് ഈ അന്യഭാഷയുടെ പ്രത്യേകത? അന്യഭാഷയെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 14:2 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നു. മനുഷ്യരാരും അത് തിരിച്ചറിയുന്നില്ല. സ്തോത്രം. എന്നാൽ അന്യഭാഷയിൽ സംസാരിക്കുന്ന തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു. നിങ്ങൾക്കറിയാമോ, ഭക്തന്മാരുടെ അനുഭവങ്ങൾ വെച്ച് പറഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവർ ദൈവവചനം വായിച്ചാൽ മറ്റുള്ളവർ ഗ്രഹിക്കുന്നതിനേക്കാൾ ആഴത്തിൽ അവർക്ക് ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ ലഭിക്കും. ഇനി ഒരു പരിധിയിൽ കൂടുതൽ അന്യഭാഷകളിൽ മാത്രം സംസാരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആത്മീക ജീവികളെ, അഥവാ ദൂതന്മാരുടെ സന്ദർശനം, അതുപോലുള്ള സ്പിരിച്വൽ ഫിനോമിനാസ് അവരുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. ആമേൻ. ഒന്നുകൂടി പറഞ്ഞാൽ, അന്യഭാഷ ഏറ്റവും ആവശ്യമാണ് മറ്റു കൃപാവരങ്ങൾ യൂസ് ചെയ്യുവാനായിട്ട്, അതിലേക്ക് എൻ്റർ ചെയ്യുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താക്കോലായ കൃപാവരമാണ് അന്യഭാഷ. ആമേൻ. അപ്പോൾ അന്യഭാഷ എന്ന് പറഞ്ഞൊരു കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റു കൃപാവരങ്ങൾ അനായാസേന യൂസ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, മറ്റെല്ലാവരെയുംക്കാൾ കൂടുതൽ വാക്കുകളിൽ ഞാൻ അന്യഭാഷകൾ പറയുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് താൻ അന്യഭാഷകളോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം അന്യഭാഷകൾ സംസാരിക്കണം. ആമേൻ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ സഭയിൽ കടന്നു വരുമ്പോൾ അന്യഭാഷകളല്ല നിങ്ങൾക്ക് ആവശ്യം. നിങ്ങൾക്ക് വേണ്ടത് പ്രവചനവും ഭാഷകളുടെ വ്യാഖ്യാനവും മറ്റു കൃപാവരങ്ങളുമാണ് എന്ന് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. ആമേൻ. അപ്പോൾ സഭ ഒന്നിച്ചു കൂടി വന്ന് അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ അവിശ്വാസിയോ ആത്മവരവില്ലാത്തവരോ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുകയില്ലയോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. കാരണം ഈ അന്യഭാഷ എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഒന്നല്ല. പൗലോസ് ഈ പറയുന്ന ഇതേ കാര്യം നമ്മുടെയൊക്കെ സഭകളിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരുവൻ പ്രവചിക്കുന്നുവെങ്കിൽ അത് സഭയ്ക്ക് ആത്മീക വർധനവാണ്. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഓർപ്പിക്കുന്നത്. അപ്പോൾ സമയത്തിന് ചുരുക്കം കൊണ്ട് ഇന്ന് ഇത്രയും കാര്യം മാത്രം പറഞ്ഞ് നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കൃപാവരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അമ്മ സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ പ്രകാശനം അവിടുത്തെ കരങ്ങളിൽ അടുത്തു വരുന്നു. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവേ, ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ ലോകത്തിനും ഞങ്ങളുടെ ദൈവസഭയ്ക്കും ഞങ്ങൾ സഫലന്മാർ അഥവാ ഫലമുള്ളവരാകേണ്ടതിന് കേവലം അന്യഭാഷ മാത്രമല്ല, ഈ തിരുവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന സകല കൃപാവരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കേണ്ടതിന് അങ്ങ് ഞങ്ങൾക്ക് തരുന്ന വാഞ്ഛയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ വിവിധ കൃപാവരങ്ങളാൽ ഒരു മണവാട്ടിയെ അലങ്കരിക്കപ്പെടുന്നത് പോലെ അലങ്കരിക്കപ്പെട്ടവരും അനേകർ ഞങ്ങളിലെ ആത്മീക പ്രകാശനത്തെ കണ്ടിട്ട് ദൈവപ്രവൃത്തികൾ വിസ്മയിച്ച് നിങ്ങളുടെ നടുവിൽ ദൈവമുണ്ടെന്ന് പറഞ്ഞ് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ ഇടയാക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ മറ്റു കൃപാവരങ്ങളെ വാഞ്ചിച്ച് അതിനെ പ്രാപിച്ച്
ഈ ലോകത്തിന് മുൻപിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പിക്കുവാൻ സ്വർഗം ഞങ്ങൾക്കിടയാക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുള്ള വാഞ്ചയും ദാഹവും ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. വീണ്ടും ഈ ദൈവവചന ഭാഗത്തിൻ്റെ തുടർച്ചയുമായി അടുത്ത ദിവസങ്ങളിൽ ആയിരിക്കാൻ ദൈവം നമുക്കിടയാക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.